നമസ്കാരം. TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസമാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത്. നമുക്കറിയാം, ആന്ധ്രാപ്രദേശിൽ TDPയും ജനസേനയും BJPയും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവരാണ് NDA സഖ്യത്തിന്റെ ഭാഗമായുള്ളത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നതിനിടയിലാണ് NDA സഖ്യത്തിൽ പെടുന്ന TDP മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകും എന്നുള്ള ഉറപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് 4% സംവരണം മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ മസ്ജിദുകളുടെയും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പ്രതിമാസം 5000 രൂപ ധനസഹായവും NDA സഖ്യത്തെ വിജയിപ്പിച്ചാൽ നൽകാം എന്നാണ് TDPയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. സംവരണത്തിന് പുറമെ ഹജ്ജ് യാത്ര പോകുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് 1 ലക്ഷം രൂപ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുമെന്നും മാത്രമല്ല, ന്യൂനപക്ഷ കോർപ്പറേഷൻ വഴി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നും TDP അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. സംഗതി വിവാദമായതോടെ ഈ സംവരണം പുതിയ വിഷയമല്ല എന്നും നിലവിൽ മുസ്ലിം സംവരണം സംസ്ഥാനത്ത് ഉണ്ട് എന്നും TDPയുടെ വക്താക്കൾ പറയുന്നുണ്ട്. പ്രകടന പത്രികയിലെ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിംസിന് സംവരണം നൽകുന്ന ഒരു കാര്യം, അത് BJP സഖ്യം നിലവിൽ വരുന്നതിന് മുൻപുള്ളതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡുവും കൂട്ടരും ഈ വിവാദത്തെ തണുപ്പിക്കുന്നത്. 2011 സെൻസസ് റിപ്പോർട്ടുകൾ പ്രകാരം ആന്ധ്രാപ്രദേശിൽ 9.5% മുസ്ലിം ജനസംഖ്യയുള്ളത്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മുസ്ലിം സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സാമൂഹിക സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് നൽകുന്നത് എന്ന അവകാശവാദവുമായി നേരത്തെ മജ്ലിസ് പാർട്ടിയുടെ അധ്യക്ഷനായ ഒവൈസി രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSRCP സർക്കാരിന് കീഴിൽ മുസ്ലിം സംവരണം തുടരുമെന്ന് അവരും പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ 175 അംഗ നിയമസഭയിലേക്കും 25 അംഗ ലോക്സഭയിലേക്കും മെയ് 13 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 2 വിധിയാണ് ആന്ധ്രയിലെ ജനങ്ങൾ എഴുതേണ്ടത്. എന്തായാലും 2 മാസത്തോളം ജയിലിൽ കിടന്ന ചന്ദ്രബാബു നായിഡുവിനെ NDA പ്രവേശനം ഒരു ലൈഫ് ഇൻഷുറൻസ് പോലെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും അധികാരത്തിൽ എത്തിയാൽ ചന്ദ്രബാബു നായിഡു അകത്തു പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്രത്തിൽ മോദി ഹാട്രിക് നേടുമെന്നുള്ള വിശ്വാസത്തിൽ നായിഡു NDA പാളയത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ സഖ്യത്തിനുള്ളിൽ തന്നെയുള്ള ആളുകൾ, പ്രത്യേകിച്ചും TDPയും BJPയും 2 ധ്രുവങ്ങളിലുള്ള കാര്യങ്ങളാണ് ആന്ധ്രയിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തെറ്റുപറ്റിയിരിക്കുന്നത് TDPക്ക് തന്നെയാണ്. കാരണം BJP നയിക്കുന്ന ഒരു സഖ്യം, ആ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ അവരെന്ത് നയമാണോ സ്വീകരിച്ചിരിക്കുന്നത് അത് തുടരേണ്ട ബാധ്യത TDPക്ക് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കളം അറിയാവുന്നത് കൊണ്ട് കൂടിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം അവരുടെ പ്രകടന പത്രികയിൽ കടന്നുകൂടിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.